സിൽക്സ് നിയർ മലബാർ ഗോൾഡ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. KG's Jewelry, കോട്ടയം കട, since 1950. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടുക്കി ജില്ലയിൽ നിലനിൽക്കുന്ന ഖനന നിരോധനത്തെ തുടർന്ന് ജില്ലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടി. ക്ഷീര കർഷകരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. പൂപ്പാറയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ കുട്ടിയുടെ മാതാവ് മൂന്നാർ ഡിവൈഎസ്പിക്ക് പരാതി നൽകി. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി ജില്ലയിൽ നിലനിൽക്കുന്ന ഖനന നിരോധനത്തെ തുടർന്ന് ജില്ലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടി. തമിഴ്നാട്ടിൽ നിന്നും അമിത വിലയ്ക്ക് ഖനന ഉൽപ്പന്നങ്ങൾ എത്തിക്കേണ്ടതിനാൽ കരാറുകാരും പ്രതിസന്ധി നേരിടുകയാണ്. സർക്കാർ അടിയന്തരമായ വിഷയത്തിൽ ഇടപെടണമെന്ന് പൊതുപ്രവർത്തകരുടെയും കരാറുകാരുടെയും ആവശ്യം. ഇടുക്കി ജില്ലയിൽ നിലനിൽക്കുന്ന ഖനന നിരോധനത്തെ തുടർന്നാണ് നിർമ്മാണ സാമഗ്രികളുടെ അപര്യാപ്തത ലൈഫ് ഭവന പദ്ധതികളടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നുമാണ് ഇപ്പോൾ ഖനന ഉൽപ്പന്നങ്ങൾ ഇടുക്കി ജില്ലയിൽ എത്തിക്കുന്നത്. ഇവയ്ക്ക് അമിത വില നൽകേണ്ടതിനാൽ കരാറുകാരും പ്രതിസന്ധി നേരിടുകയാണ്. തൽസ്ഥിതി തുടർന്നാൽ ജില്ലയിലെ നിർമ്മാണ മേഖലയിലെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെടുന്ന സാഹചര്യമാണുള്ളതെന്നും മാർച്ചിന് മുൻപ് തീർക്കേണ്ട പല പദ്ധതികളും തീരാത്തതിനാൽ തങ്ങൾക്ക് മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദമുണ്ടെന്നും അടിയന്തരമായി വിഷയത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാവണമെന്നും ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പീരുമേട് താലൂക്ക് പ്രസിഡന്റ് റോയി ജോസഫ് ആവശ്യപ്പെട്ടു. പ്രകൃതിക്ക് ദോഷം വരാത്ത തരത്തിൽ, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ദോഷം വരാത്ത തരത്തിൽ അത് ആ പാറ പൊട്ടിച്ച് എടുക്കാനുള്ള വലിയ ക്വാറികളല്ല ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം ആൾക്കാർക്ക് വീട് പണിയാനും മറ്റ് വികസന പ്രവർത്തനങ്ങൾ ചെയ്യാനുമുള്ള സാഹചര്യം ഒരുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് ആളുകളാണ് ഉപജീവനം നടത്തി വരുന്നത്. ഇതിലുപരി ലൈഫ് ഭവന പദ്ധതിയിൽ അടക്കമുള്ള വീടുകൾ ലഭിച്ച് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാനാവാതെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് പ്രതിസന്ധി നേരിടുന്നത്. ജില്ലയിലെ നിർമ്മാണ മേഖലയെ സ്തംഭിപ്പിച്ച ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന് കളക്ടർ അടക്കമുള്ള അധികാരികളും സംസ്ഥാന സർക്കാരും ഇടപെടണമെന്ന് BJP ഇടുക്കി സൗത്ത് പ്രസിഡന്റ് VC വർഗീസ് ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ, ഉപ്പുതറ. ക്ഷീര കർഷകരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. പ്രതിസന്ധിയിലായ ക്ഷീര കർഷകരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് വർഷങ്ങളായുള്ള നിവേദനം സർക്കാർ പരിഗണിക്കണം എന്ന ആവശ്യം ശക്തമാകുന്നു. വേനൽ കടുത്തതോടെ തീറ്റപ്പുൽ ക്ഷാമം നേരിടുന്നത് ക്ഷീരമേഖലയിൽ വൻ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. പ്രതിസന്ധിയിലായ ക്ഷീര കർഷകരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന വർഷങ്ങളായുള്ള നിവേദനം സർക്കാർ പരിഗണിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വേനൽ കനത്തതോടെ തീറ്റപ്പുൽ ക്ഷാമം നേരിടുന്നത് ക്ഷീരമേഖലയിൽ വൻ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. കച്ചിപ്പുൽ ലഭ്യമാണെങ്കിലും വൻ വിലയാണ് ക്ഷീര കർഷകരിൽ നിന്നും ഈടാക്കുന്നത്. പാൽവില കൂടുമ്പോൾ കൂടിയ വിലയുടെ ഇരട്ടിയായാണ് കാലിത്തീറ്റ വിലയും കൂടുന്നത്. ഇതും കർഷകർക്ക് ബുദ്ധിമുട്ടാകുന്നു. പാലിന് വില, ഗവൺമെൻറ് പാലിന് വില കൂട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കാലിത്തീറ്റയ്ക്കും വില കൂടും. കാലിത്തീറ്റയ്ക്ക് വില കുറച്ചുകൊണ്ട് പാലിന് വില കൂട്ടിയാൽ മാത്രമേ ക്ഷീരകർഷകരായ ഓരോരുത്തരും രക്ഷപ്പെടത്തുള്ളൂ. പിന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു അപേക്ഷ, കാലങ്ങളായി 2007 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങി ആ നാൾ തൊട്ട് ഞങ്ങൾ ഇന്ന് വരെ നിരന്തരം ഓരോ കമ്മിറ്റികളിലും ഓരോ കാര്യത്തിനും ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈ തൊഴിലുറപ്പിൽ ഈ പശു വളർത്തലുകാരെ ഉൾപ്പെടുത്തണമെന്നല്ല. ഇന്ന് വരെ അത് നടന്നിട്ടില്ല. ക്ഷീരകർഷകരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ അവർക്കും തൊഴിലുറപ്പിന്റെ വേതനം ലഭ്യമാകുമ്പോൾ അത് കർഷകർക്ക് വളരെയേറെ ആശ്വാസം നൽകും. വർഷങ്ങളായുള്ള ആവശ്യമാണെങ്കിലും പരിഗണിക്കുവാൻ സർക്കാരുകൾ തയ്യാറാകാത്തത് ഈ മേഖല ഉപേക്ഷിക്കുവാൻ പലരും തയ്യാറാകുന്നു. ക്ഷീരകർഷകർ ഈ മേഖല
ഉപേക്ഷിക്കുമ്പോൾ ശുദ്ധമായ പാലും പാലുൽപാദനങ്ങളുടെയും ലഭ്യത കുറയുകയും കൃത്രിമമായി നിർമ്മിക്കുന്ന പാലും ഉൽപ്പന്നങ്ങളും വിപണി കീഴടക്കുകയും ചെയ്യും. ഇത് അനേകം ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും. ഇതുകൊണ്ട് ക്ഷീരകർഷകരെയും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം. സിറ്റി വിഷൻ, ഉപ്പുതറ. പൂപ്പാറയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ സർക്കാർ ആശുപത്രിയിൽ നിന്ന് 45-ാം ദിവസത്തെ വാക്സിൻ എടുത്തതിലുണ്ടായ വീഴ്ചയാണെന്നും സംഭവത്തിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് കുട്ടിയുടെ മാതാവ് മൂന്നാർ ഡിവൈഎസ്പിക്ക് പരാതി നൽകി. എസ്റ്റേറ്റ് പൂപ്പാറ കൊച്ചുപറമ്പിൽ സച്ചിൻ, മാരിയമ്മ ദമ്പതികളുടെ 45 ദിവസം പ്രായമുള്ള പെൺകുഞ്ഞാണ് കഴിഞ്ഞ 12-ന് അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. കഴിഞ്ഞ ജനുവരി 24-നാണ് മാരിയമ്മ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ യാതൊരു കുഴപ്പവുമില്ലെന്ന് അന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയതായി മാരിയമ്മ പറയുന്നു. താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് കഴിഞ്ഞ 12-ന് ശാന്തൻപാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് കുഞ്ഞിന് 45-ാം ദിവസത്തെ വാക്സിൻ എടുത്തത്. വാക്സിൻ എടുത്ത് വീട്ടിൽ മടങ്ങിയെത്തിയ ശേഷം വൈകുന്നേരം 3-ന് കുഞ്ഞിന് ശാരീരിക അസ്വസ്ഥതകൾ ആരംഭിച്ചു. തുടർന്ന് ആദ്യം രാജകുമാരിയിലും പിന്നീട് രാജക്കാടുമുള്ള സ്വകാര്യ ആശുപത്രികളിൽ എത്തിച്ചെങ്കിലും ഉടൻ വിദഗ്ധ ചികിത്സ വേണമെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ 1 മണിക്കൂറിനുള്ളിൽ ഹൃദയമിടിപ്പ് താഴ്ന്ന മരണം സംഭവിച്ചു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിൽ കുട്ടിയുടെ ഹൃദയത്തിന് വലിപ്പം കൂടുതലായതുകൊണ്ടും ശ്വാസകോശത്തിലെ അണുബാധയുമാണ് മരണകാരണമെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കുഞ്ഞിന്റെ മരണത്തിന് കാരണം വാക്സിൻ എടുത്തതിലുണ്ടായ പിഴവാണെന്ന് സംശയിക്കുന്നു. വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ കൊച്ചിന് ഇങ്ങനെയൊക്കെ പറ്റിയത്. അതിനു മുമ്പ് ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് കൊച്ചിന് എന്തോ ഹൃദയത്തിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, ഹൃദയം ഇച്ചിരി വലുതായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതാണെങ്കിൽ പ്രശ്നമാണെങ്കിൽ അടിമാലി താലൂക്ക് ഹോസ്പിറ്റലായിരുന്നു ഞങ്ങൾ ഡെലിവറി ഒക്കെ. എല്ലാം നോർമലാ, കൊച്ചിന് ഒരു പ്രശ്നമില്ല, എല്ലാം നോർമലാന്ന് പറഞ്ഞിട്ടല്ലേ വിട്ടേ. അപ്പൊ അവർക്കറിയില്ലായിരുന്നു, കൊച്ചു ജനിച്ചപ്പോഴേ അത് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അവർക്കറിയില്ലായിരുന്നു, അവർക്ക് പറഞ്ഞൂടെ? അവർ പറഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചിനെ ഇപ്പൊ എടുക്കാൻ പറ്റിയല്ലോ. ഇപ്പൊ ഞങ്ങളുടെ കൊച്ചു പോയില്ലേ. കുഞ്ഞിന്റെ ജനനശേഷം നടത്തിയ ആരോഗ്യ പരിശോധനയിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് കണ്ടെത്തിയതാണ്. അതിനാൽ കുഞ്ഞിന്റെ മരണത്തിൽ അന്വേഷണം വേണമെന്നാണ് മാരിയമ്മ മൂന്നാർ ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. സിറ്റി വിഷൻ, രാജാക്കാട്. വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ നിന്നും ദൗത്യസംഘം മയക്കുവെടി വെച്ച് പിടികൂടിയ കടുവ ചത്തു. ദൗത്യത്തിനിടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ ചാടിയ കടുവയെ ദൗത്യസംഘം വീണ്ടും വെടിവെച്ചിരുന്നു. ഒരാഴ്ചയോളം ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ കടുവയെ ഇന്ന് രാവിലെയാണ് ഡോക്ടർ അനുരാജിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം മയക്കുവെടി വെച്ചത്. മയക്കുവെടിയേറ്റ കടുവ ദൗത്യസംഘത്തിന് നേരെ ചാടിയതോടെ വനപാലകർ വെടിയുതിർക്കുകയായിരുന്നു. സ്വയരക്ഷയുടെ ഭാഗമായാണ് വെടിവെച്ചത്. തുടർന്ന് പ്ലാസ്റ്റിക് പടുതിയിൽ പൊതിഞ്ഞ് കടുവയെ തേക്കടിയിലെത്തിച്ചു. ഇവിടെ വെച്ചാണ് മരണം സ്ഥിരീകരിച്ചത്. അരണയ്ക്കൽ ലയത്തിനോട് ചേർന്നുള്ള വേലിക്ക് സമീപം തേയിലത്തോട്ടത്തിലാണ് ഇന്ന് കടുവയെ കണ്ടെത്തിയത്. എന്നാൽ മയക്കുവെടി വെക്കാനുള്ള സാഹചര്യം ഇവിടെ ഇല്ലാത്തതിനാൽ മറ്റൊരു സ്ഥലത്തേക്ക് കടുവ നീങ്ങിയ ശേഷമാണ് വെടിവെച്ചത്. ഈ മാസം 10-ാം തീയതിയാണ് ഗ്രാമ്പിയിലെ തേയിലത്തോട്ടത്തിൽ കടുവയെ കണ്ടത്. തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടെ കൂട് സ്ഥാപിച്ചു. എന്നാൽ കടുവയെ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് മയക്കുവെടി വയ്ക്കാൻ തീരുമാനിച്ചത്. ശനിയാഴ്ച മുതൽ ഇതിനുള്ള ശ്രമം തുടങ്ങി. കോട്ടയം DFO N രാജേഷിൻ്റെയും വെറ്റിനറി സർജൻ ഡോക്ടർ അനുരാജിൻ്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് ദൗത്യത്തിന് നേതൃത്വം നൽകിയത്. ഇന്ന് പുലർച്ചെ അരണയ്ക്കൽ എസ്റ്റേറ്റ് ലയത്തിന് സമീപം എത്തിയ കടുവ ഒരു പശുവിനെയും നായയെയും കൊലപ്പെടുത്തി. തുടർന്ന് മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിൽ കടുവയെ കണ്ടെത്തുകയും മയക്കുവെടി വയ്ക്കുകയുമായിരുന്നു. സിറ്റി വിഷൻ, ഉപ്പുതറ. അംഗൻവാടി കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു. രാജാക്കാട് പഞ്ചായത്തിലെ 7-ാം വാർഡിൽ 11-ാം നമ്പർ മിനി സ്റ്റേഡിയം അംഗൻവാടിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. രാജാക്കാട് പഞ്ചായത്തിലെ 7-ാം വാർഡിൽ 11-ാം നമ്പർ മിനി സ്റ്റേഡിയം അംഗൻവാടിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. മുൻ പ്രസിഡന്റ് MS സതി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. കുഴൽക്കിണർ അടിക്കുകയും കൃത്യമായിട്ട് വെള്ളം കിട്ടുകയും മോട്ടോർ വെക്കാനും എല്ലാ സജ്ജീകരണങ്ങളും ചെയ്യാൻ തന്നെ പറ്റി. അതിന് നല്ല നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ ഇനിയും ഇത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകാൻ ഈ അംഗൻവാടിക്ക് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ KP സുബീഷ്, മുൻ മെമ്പർ AD സന്തോഷ്, CDS മെമ്പർ ജാൻസി ഫ്രാൻസിസ്, അംഗൻവാടി ടീച്ചർ ശ്രുതിമോൾ, ഹെൽപ്പർ രമ്യ VN, രവീന്ദ്രൻ, TJ സദാനന്ദൻ എന്നിവരും രക്ഷകർത്താക്കളും സമീപവാസികളും കുട്ടികളും പങ്കെടുത്തു. തുടർന്ന് പായസ വിതരണവും നടത്തി. ചടങ്ങിൽ വെച്ച് PTA ഭാരവാഹികൾ ഫണ്ട് അനുവദിച്ച് നിർമ്മാണം പൂർത്തിയാക്കാൻ നേതൃത്വം നൽകിയ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള അംഗങ്ങളെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. സിറ്റി വിഷൻ,
രാജാക്കാട്. ഇനിയൊരു ഇടവേള. പവിത്ര ഗോൾഡ് എന്നും സ്വന്തം. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോണുള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. മേക്ക് യുവർ ഹോം ബ്യൂട്ടിഫുൾ വിത്ത് KJ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ്, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി. വീണ്ടും വാർത്തയിലേക്ക്. മണ്ഡലതല കുടുംബ സംഗമത്തിന് തുടക്കമായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജാക്കാട് മുല്ലക്കാനം മേഖലയിലെ 1-ാം വാർഡിന്റെ കുടുംബ സംഗമമാണ് സംഘടിപ്പിച്ചത്. KPCCയുടെ നിർദ്ദേശപ്രകാരം സംഘടിപ്പിച്ച കുടുംബ സംഗമം മുൻ DCC പ്രസിഡന്റ് റോയി K. പൗലോസ് ഉദ്ഘാടനം ചെയ്തു. വരാൻ പോകുന്ന പഞ്ചായത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. മണ്ഡലം കമ്മിറ്റികളുടെയും പോഷക സംഘടനകളുടെയും തൊഴിലാളി പ്രസ്ഥാനങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് KPCCയുടെ നിർദ്ദേശപ്രകാരം മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയിലെ ആദ്യ കുടുംബ സംഗമത്തിനാണ് മുല്ലക്കാനത്ത് തുടക്കം. 1-ാം വാർഡിൽ നടന്ന കുടുംബ സംഗമം മുൻ DCC പ്രസിഡന്റ് റോയി K. പൗലോസ് ഉദ്ഘാടനം ചെയ്തു. 1924 മഹാത്മജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റാകുന്നത്. അതിൻ്റെ 100-ാം വാർഷികം നമ്മൾ രാജ്യത്ത് വളരെ വലിയ വിപുലമായ രീതിയിൽ മഹാത്മജിയോടുള്ള എല്ലാ ആദരവുകളും ബഹുമാനങ്ങളും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആഘോഷ പരിപാടികൾ അതിന് നടത്തുകയുണ്ടായി. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബൂത്ത് തലത്തിൽ നിന്നും ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി മുല്ലക്കാനം മേഖലയിൽ നടന്ന കുടുംബസംഗമത്തിൽ മുതിർന്ന അംഗങ്ങളെയും രാഷ്ട്രീയ പ്രവർത്തകരെയും കർഷകരെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. ബൂത്ത് പ്രസിഡന്റ് സലീം പാറയ്ക്കൽ നേതൃത്വത്തിൽ നടന്ന കുടുംബസംഗമത്തിൽ KPCC അംഗം R. ബാലൻപിള്ള, NB ജോസ്, KS അരുൺ, ബെന്നി തുണ്ടത്തിൽ, ജോഷി കന്യാക്കുഴി, ബെന്നി പാലക്കാടൻ, VK മാത്യു, പുഷ്പലത സോമൻ, ബാബു കൊച്ചുപുരയ്ക്കൽ, കിങ്ങിണി രാജേന്ദ്രൻ, ബിജു കൂട്ടുപുഴ, നന്ദകുമാർ ചൂഴിക്കര, മിനി ബേബി, സിനി മുലങ്കുഴി തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻസ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പിന്തുണയോടെ ടാറ്റ സസ്റ്റൈനബിലിറ്റി ഗ്രൂപ്പ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് വിവിധ ഉപകരണങ്ങൾ കൈമാറി. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുവാൻ കൈത്താങ്ങാവുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഉപകരണങ്ങൾ നൽകിയിട്ടുള്ളത്. ജില്ലാ കളക്ടർ ചടങ്ങിൽ സംബന്ധിച്ചു. ജില്ലയിലെ 5 TEOCകൾക്കിടയിൽ വിതരണം ചെയ്യുന്നതിനായി ടെന്റുകൾ, ജനറേറ്ററുകൾ, മെഗാഫോണുകൾ, സ്ട്രെച്ചറുകൾ, സെർച്ച് ലൈറ്റുകൾ, സ്ലീപ്പിംഗ് ബാഗുകൾ എന്നിവയുൾപ്പെടെ 22 അടിയന്തര ഉപകരണങ്ങളാണ് ടാറ്റ കമ്മ്യൂണിറ്റി ഇനീഷ്യേറ്റീവ് ട്രസ്റ്റ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൈമാറിയത്. KDHP കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ CEOയും മാനേജിംഗ് ഡയറക്ടറുമായ K. മാത്യു എബ്രാഹാമിൽ നിന്ന് ADM ഷൈജു ജേക്കബ് ഉപകരണങ്ങൾ സ്വീകരിച്ചു. ജില്ലാ കളക്ടർ ചടങ്ങിൽ സംബന്ധിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുവാൻ കൈത്താങ്ങാവുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഉപകരണങ്ങൾ നൽകിയിട്ടുള്ളത്. ഏകദേശം 1 കോടി രൂപയോളമാണ് മൊത്തം പദ്ധതിയുടെ മൂല്യം. ടാറ്റ സൺസ് ലിമിറ്റഡ് ക്ലസ്റ്റർ ഹെഡ് ശ്രീരംഗ് ദാവലെ, ടാറ്റ സസ്റ്റൈനബിലിറ്റി ഗ്രൂപ്പ് മാനേജർ സുമേദ്, KDHP ഡെപ്യൂട്ടി ജനറൽ മാനേജർ സജിത്ത് P. രാജു, KDHP കമ്പനിയുടെ സീനിയർ മാനേജർ ജോസഫ് കണ്ടോത്ത്, അജയ് കുമാർ, NDRF, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, ആപ്തമിത്ര, സിവിൽ ഡിഫൻസ്, CEOC ഉദ്യോഗസ്ഥർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, മൂന്നാർ. മുസ്ലിം ലീഗ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KM ഷുക്കൂർ യോഗം ഉദ്ഘാടനം ചെയ്തു. അടിമാലി മരങ്ങാട്ട് റെസിഡൻസിലായിരുന്നു മുസ്ലിം ലീഗ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, സാമുദായിക രംഗത്തെ ആളുകൾ സംഗമത്തിൽ പങ്കെടുത്തു. മതസൗഹാർദ്ദത്തിന്റെ വേദിയായി കൂടി മാറി ഇഫ്താർ സംഗമം. മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ യോഗം ഉദ്ഘാടനം ചെയ്തു. അത് നോമ്പ് നിർബന്ധമാക്കേണ്ടത് പ്രവാചകന്റെ മക്കാജീവിതത്തിലായിരിക്കണം. കാരണം അന്നാണ് പ്രവാചകൻ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിച്ചത്, ബുദ്ധിമുട്ട് അനുഭവിച്ചത്, അണികൾ ബുദ്ധിമുട്ട് അനുഭവിച്ചത് മക്കാജീവിത കാലത്താണ്. അന്ന് നോമ്പ് നിർബന്ധമാക്കിയിട്ടില്ല. നോമ്പ് നിർബന്ധമാക്കി PA ബഷീർ ആനച്ചാൽ അധ്യക്ഷത വഹിച്ചു. മഞ്ഞാങ്കാല ജുമാ മസ്ജിദ് ഇമാം അഷറഫ് ഫൈസി ദുവ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. അടിമാലി ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഹാഫിസ് മുഹമ്മദ് അർഷദി മുഖ്യപ്രഭാഷണം നടത്തി. അടിമാലി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനിപ്പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോബിൻ, അടിമാലി SNDP ശാഖ പ്രസിഡന്റ് ദേവരാജൻ ചെമ്പോത്തിങ്കൽ, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KS സിയാദ്, അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ,
അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ, അടിമാലി ജുമാ മസ്ജിദ് ജനറൽ സെക്രട്ടറി നൌഫൽ ഭാഗവി, മുസ്ലിം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അനസ് കോയർ, സെക്രട്ടറി ഷെഫീഖ് പനക്കൽ, STO ജില്ലാ ട്രഷറർ PM പരീത്, KA യൂനസ് എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ, അടിമാലി. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ അടിമാലി 1000 ഏക്കറിൽ പാലിയേറ്റീവ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു. തൂവൽ സ്പർശം 2025 എന്ന പേരിലായിരുന്നു പരിപാടി നടന്നത്. അഡ്വക്കേറ്റ് A. രാജ MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പാലിയേറ്റീവ് പരിചരണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് തൂവൽ സ്പർശം 2025 എന്ന പേരിൽ പാലിയേറ്റീവ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. 1000 ഏക്കർ സെന്റ് തോമസ് ചർച്ച് പാരിഷ് ഹാളിലായിരുന്നു സംഗമം നടന്നത്. അഡ്വക്കേറ്റ് A. രാജ MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി ജോഷി അധ്യക്ഷത വഹിച്ചു. പാലിയേറ്റീവ് ടീമിന് ചടങ്ങിൽ ഉപഹാരം സമ്മാനിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സോളി ജീസസ് പാലിയേറ്റീവ് സന്ദേശം നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR ജയൻ, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കോയ അമ്പാട്ട്, പാലിയേറ്റീവ് നഴ്സ് സ്മിത EV, വെള്ളത്തൂവൽ മെഡിക്കൽ ഓഫീസർ സെബിൻ കുരുവിള, മിസറി പരീക്കുട്ടി, ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ലയിൽ നിലനിൽക്കുന്ന ഖനന നിരോധനത്തെ തുടർന്ന് ജില്ലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടി. ക്ഷീര കർഷകരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. പൂപ്പാറയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ കുട്ടിയുടെ മാതാവ് മൂന്നാർ DYSPക്ക് പരാതി നൽകി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സീമാ സിൽക്സ് നിയർ മലബാർ ഗോൾഡ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട, since 1950. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ.